കാസർകോട്ടെ വിവാദ സവർക്കർ ചോദ്യാവലിയിൽ അധ്യാപകന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. അധ്യാപകന്റെ സസ്പെൻഷൻ ശിക്ഷാ നടപടിയാണോ എന്നും കോടതി ചോദിച്ചു. അധ്യാപകൻ ഗുരുപ്രസാദിന്റെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. KM ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, എന്തായാലും ഒരു വിഷയമുണ്ടായാൽ നടപടിയെടുക്കാൻ, സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറയുകയാണ് കോടതി. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ ഓർഡർ കോടതി പുറപ്പെടുവിക്കുന്നില്ല. ഈ അധ്യാപകൻ ആവശ്യപ്പെട്ടിരുന്നത് തന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം എന്നായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഹൈക്കോടതി ഇപ്പോൾ ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച വിശദീകരണം കേട്ട ശേഷം സ്റ്റേ ചെയ്യണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാസർകോട്ടെ ഒരു സ്കൂളിലെ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വിവാദ ചോദ്യമുണ്ടാകുന്നത്. സവർക്കറിനെ സ്വാതന്ത്ര്യസമര സേനാനിയോട് ഉപമിച്ച് ആ രീതിയിലുള്ള ചോദ്യപേപ്പർ വലിയ വിവാദമാകുകയും തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. എന്നാൽ ഈ ചോദ്യം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന രീതിയിലുള്ള വിശദീകരണമൊക്കെ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം എന്നൊരു ആവശ്യം ഉന്നയിച്ചത്. ഏതായാലും സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിക്കുമ്പോൾ തന്നെ കോടതി പറയുന്നത് ഇത്തരത്തിൽ ഒരു അധ്യാപകന് ഏതെങ്കിലും നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ ഇത് ശിക്ഷാ നടപടിയാണോ, എന്ത് നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച ഇതിൽ സർക്കാർ വിശദീകരണം നൽകും. അതിനുശേഷം ഈ സസ്പെൻഷൻ നടപടിയിൽ കോടതി തീരുമാനമെടുക്കും.